ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഞങ്ങളൊരു കൂട്ടം കാണിക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഇരിക്കുന്നത് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ പാലിൽ നിന്ന് വെണ്ണ എടുക്കാൻ പോവാണ്. വെണ്ണ എടുക്കണ സമയം കുറച്ച് തണുപ്പുള്ളൊരു സമയത്ത് വെണ്ണ എടുത്താൽ കുറേ വെണ്ണ കിട്ടും നമുക്ക്. അപ്പം അതിനുവേണ്ടി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച കട്ട തൈര് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടാണ്. നമ്മൾ കടകോല് ഉപയോഗിച്ചല്ല വെള്ളം എടുക്കണേ. കുറച്ച് സിമ്പിൾ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യണത്. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട തൈര് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മിക്സിയുടെ ചുറ്റിനും നമ്മൾ വെള്ള തോർത്ത് ഉപയോഗിച്ച് കെട്ടുക. നല്ല വെള്ള തോർത്ത് ഉപയോഗിച്ച് കെട്ടാണ്. കാരണം തൈര് ലീക്കാവാണ്ടിരിക്കാനാണ് നമ്മൾ ചെയ്യണേ. അതിനുശേഷം ഓണാക്കിയതിനു ശേഷം 5 മിനിറ്റത്തോളം നമ്മൾ മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്. നല്ല മഞ്ഞ കളർ വെണ്ണ മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സി ഓഫ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ പ്ലാവിലയും കൊണ്ട് വെണ്ണ മിക്സിയുടെ ജാറിൽ നിന്ന് എടുത്ത് നല്ല വെള്ളമുള്ളൊരു പാത്രത്തിലേക്ക് ഇടുകയാണ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ തൈര് തീർന്നു ഇതുപോലെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വെണ്ണ നമ്മൾ വെള്ളം വെച്ചൊരു പാത്രത്തിലേക്ക്, തണുത്ത വെള്ളമൊന്നും എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ സാധാരണ വെള്ളം ഒരു പാത്രത്തിലെടുത്ത് വെച്ചേക്കുന്നതാണ്. അത് പ്ലാവിലയും കൊണ്ടാണ് നമുക്ക് വെണ്ണ എടുക്കാൻ പെട്ടെന്ന് പറ്റുക. പ്ലാവിലാവുമ്പോൾ വെണ്ണ അതിന് ഒട്ടിപ്പിടിച്ചിരുന്നോളൂ അതിനകത്ത്. എൻ്റെ കയ്യിലുള്ള വെണ്ണയും നെയ്യും ബുക്കിംഗാണ്. ആദ്യം പറഞ്ഞവർക്ക് ഞാൻ ആദ്യം കൊടുക്കുകയാണ് ചെയ്യണേ. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെണ്ണ നിങ്ങൾക്കും വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. മിക്സിയിലത്തെ മുഴുവൻ വെണ്ണയും നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി ഈ തൈര് കളയൊന്നും വേണ്ട. നമുക്ക് ഈ തൈര് വേറൊരു പാത്രത്തിൽ ഉപയോഗിച്ച് നമുക്ക് മോരുകറി ഉണ്ടാക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമ്മൾ പാത്രത്തിൽ മാറ്റി വെച്ച വെണ്ണ നമ്മൾ വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ആ വെണ്ണ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ണ കുറച്ചും കൂടിയും തൈരിൽ നിന്ന് വിട്ട് കിട്ടാനും വെണ്ണ കൂടി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് തരാം. ഒരു 3 മിനിറ്റത്തോളം നമ്മളിത് അടിച്ചെടുത്താൽ മതി ഇങ്ങനെ. അപ്പം അതേ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ നേരത്തെ വെണ്ണ എല്ലായിടത്തും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇത് മിക്സിയുടെ ജാറിൽ നിന്നൊക്കെ വിട്ട് നല്ല ബോൾ പോലെ ആക്കാൻ പറ്റും നമുക്കിപ്പോൾ ഈ വെണ്ണ. പ്ലാവിലയും കൊണ്ട് നമ്മൾ എടുക്കുമ്പോഴേക്കും എല്ലാ വെണ്ണയും നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റും. പാത്രത്തിലേക്ക് ഇടുമ്പോൾ ബോൾ പോലെ ആവും കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മൾ വെണ്ണ ഉണ്ടാക്കുന്ന പ്രോസസ്സ്. ഇപ്പം വെണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടല്ലേ, ഇനി നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോമായി കാണാം. ബൈ ബൈ.